നബിയെ, അവർ പറയുന്നതിനെ പറ്റി നീ ക്ഷമിച്ചു കൊള്ളുക. നമ്മുടെ കയ്യൂക്കുള്ള ദാസനായ ദാവൂദിനെ നീ അനുസരിക്കുകയും ചെയ്യുക. തീർച്ചയായും അദ്ദേഹം ദൈവത്തിലേക്ക് ഏറ്റവും അധികം ഖേദിച്ച് മടങ്ങിയവനാകുന്നു. അപ്പൊ അള്ളാഹു നബിനോട് പറയാണ് നീ ക്ഷമിച്ചു കൊള്ളുക എന്ന്. അപ്പൊ അള്ളാഹു നബിനോട് ക്ഷമിച്ചു കൊള്ളാൻ പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയും വിഷമമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. യഥാർത്ഥ സത്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന സമയത്ത് അത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരിൽ നിന്ന് പല ഉപദ്രവങ്ങളും വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും. അപ്പൊ അതാണ് അള്ളാഹു പറയുന്നത് നീ ക്ഷമിച്ചു കൊള്ളുക എന്ന്. ഇതേ അവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ, ഇതേ ദൗത്യമാണ് മഹദിമാം ഏറ്റെടുക്കുന്നത്. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലും ഏകദേശം ഒരേ അവസ്ഥ തന്നെ ആയിരിക്കും. യഥാർത്ഥ സത്യത്തെ കൊണ്ടുവരുമ്പോൾ ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ 65 പറയുന്നത്, നബിയെ പറയുക, ഞാനൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ഏകനും സർവാധിപതിയുമായ അള്ളാഹു അല്ലാതെ യാതൊരു ദൈവവുമില്ല. അപ്പൊ അള്ളാഹു പറയുന്നത് എന്താണ്? നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയുള്ളതിന്റെയും രക്ഷിതാവും പ്രതാപശാലിയും ഏറെ പൊറുക്കുന്നവനും അത്രേ അവൻ. പറയുക, ഇതൊരു ഗൗരവമുള്ള വർത്തമാനമാകുന്നു. ഏതാണ് ആ ഗൗരവമുള്ള വർത്തമാനം? നിങ്ങൾ അത് അവഗണിച്ചു കളയുന്നവരാകുന്നു. അത്യുന്നത സമൂഹം വിവാദം നടത്തിയിരുന്ന സന്ദർഭത്തെ പറ്റി എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഞാനൊരു സ്പഷ്ടമായ താക്കീതുകാരനായിരിക്കേണ്ടതിന് മാത്രമാണ് എനിക്ക് സന്ദേശം നൽകപ്പെടുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താക്കീത് കൊടുക്കേണ്ടതിന് വേണ്ടി മാത്രമാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സന്ദേശം നൽകപ്പെടുന്നത്. നിന്റെ രക്ഷിതാവ് മലക്കളോട് പറഞ്ഞ സന്ദർഭം, തീർച്ചയായും ഞാൻ കളിമണ്ണിൽ നിന്നും ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ അവനെ സംവിധാനിക്കുകയും അവനെ എൻ്റെ ആത്മാവിൽ നിന്ന് ഊതുകയും ഞാൻ ചെയ്തു. നിങ്ങൾ അവന് പ്രണാമം ചെയ്യുന്നവരായി വീഴണം. അപ്പൊ ഇവിടെ നമ്മൾ അള്ളാഹു ആത്മാവ് ഊതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കാം, അപ്പോൾ മലക്കുകൾ എല്ലാവരും ഒന്നടങ്കം പ്രണാമം ചെയ്യും, ഇബ്ലീസ് ഒഴികെ. അവൻ അഹങ്കരിക്കുകയും സത്യനിഷേധികളുടെ കൂട്ടത്തിലാവുകയും ചെയ്തു. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്, അത് നിങ്ങൾ കുറച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. അള്ളാഹു പറഞ്ഞു, ഇബ്ലീസേ, എൻ്റെ കൈ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിനെ നീ പ്രണമിക്കുന്നതിന് നിനക്കെന്ത് തടസ്സമുണ്ടായത്? നീ അഹങ്കരിച്ചിരിക്കുകയാണോ? അതല്ല, നീ പൊങ്ങച്ചക്കാരുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുകയാണോ? അള്ളാഹു പറയുന്നത് ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ്. അള്ളാഹുവിന്റെ കൈ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അവൻ ഇബ്ലീസ് പറഞ്ഞു, ഞാൻ അവനെ മനുഷ്യനേക്കാൾ ഉത്തമനാകുന്നു. എന്നെ നീ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചു, അവനെ നീ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. അള്ളാഹുവിന്റെ കൈകളാണ് മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. ഇപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെ നിയന്ത്രണം സൃഷ്ടാവിന്റെ കൈകളാണ്. നമ്മുടെ ജനനം, മരണം, ആത്മാവ് എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശം. നമ്മളെ ശരീരത്തിന് വേണ്ടി മാത്രം അള്ളാഹു മനുഷ്യനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. പക്ഷെ അതിന് എന്തുകൊണ്ടാണ് മനുഷ്യനോടുള്ള ആ ഒരു വെറുപ്പ് അല്ലെങ്കിൽ അസൂയ അല്ലെങ്കിൽ എന്താ വരാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാം.